ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ലൈക്ക് ഒരുപാട് തിയറീസ് നമുക്ക് കവർ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ബിസിനസ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയാലേ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ തിയറീസ് എല്ലാം കവർ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് കൂടുതലും റിപ്പീറ്റേഷൻ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊത്തം നമുക്കറിയാം നമുക്ക് ഏകദേശം 11 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലേ. യെസ്, അപ്പോൾ 11 ചാപ്റ്റേഴ്സും നമ്മൾ മുഴുവൻ പഠിക്കുക തന്നെ വേണം. ആൻഡ് ഇതിൽ നിന്നിട്ട് എസ്സേസ് ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ചാപ്റ്റേഴ്സിൽ നിന്നാണ്. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എസ്സേസ് ചോദിക്കില്ല. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, പിന്നെ ബിസിനസ് സർവീസ്, അതേപോലെ ഫോർമേഷൻ ഓഫ് എ കമ്പനി, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് മേ ബി ചോദിക്കാം. ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് എസ്സേസ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഈ ഒരു വെയിറ്റേജ് നോക്കിയിട്ട് വേണം, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചാപ്റ്റർ വെയിറ്റേജ് നോക്കിയിട്ട് അതിൽ നിന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നല്ല രീതിയിൽ പഠിക്കാം. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ MSME അല്ലേ ആൻഡ് ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ്, നമ്മുടെ 9th ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്സ് ആണ് തന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. ആ ടോപ്പിക്ക് നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. ഇറ്റ് ഡസൻറ്റ് മീൻ ഒന്നും കവർ ചെയ്യാതെ പോകരുത് എന്നല്ല, പക്ഷേ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹറി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് വെയിറ്റേജ് നോക്കി പഠിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ നിന്ന് ഏകദേശം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു പ്രൊഫഷൻ ബിസിനസ് തമ്മിലുള്ള ഡിഫറൻസ് ആ ടേബിളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ 12 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വെയിറ്റേജ് കറക്റ്റ് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ചെറിയ വേരിയേഷൻസ് ഒക്കെ നമുക്കുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടുള്ള ഒരു പാറ്റേണിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു വെയിറ്റേജ് ആണെന്നുള്ളത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു എസ്സേ ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. പബ്ലിക് പ്രൈവറ്റ് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസിൽ നിന്ന് ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ബിസിനസ് സർവീസസിലേക്ക് നോക്കുവാണെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ബിസിനസ് സർവീസിനെ കുറിച്ചൊക്കെ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്സിൽ 5 മാർക്ക്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ ബിസിനസ് എത്തിക്സ് എന്നുള്ള ടോപ്പിക്ക് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇനി ഫോർമേഷൻ ഓഫ് എ കമ്പനി നമുക്കിതാ എത്രയാണ്, ഒരു 8 മാർക്കാണ് വെയ്റ്റ് സ്കോഴ്സ് പറയുന്നത്. ആൻഡ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിലേക്ക് നോക്കുവാണെങ്കിൽ അതും 8 മാർക്കിനാണ്. മേ ബി ഒരു എസ്സേ ചോദിക്കാതിരിക്കാം 2 ചാപ്റ്റേഴ്സൊന്നും. എസ്സേ ആണെങ്കിൽ ആ എസ്സേ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി MSME ആൻഡ് ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ് നോക്കുവാണെങ്കിൽ 4 മാർക്കാണ്. സോ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് നമുക്ക് അതിന് കൊടുക്കാം, പക്ഷെ അത് തീരെ ഒഴിവാക്കി വിടരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇന്റേണൽ ട്രേഡിൽ നോക്കുവാണെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എസ്സേസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് ചോദിക്കുന്നത്. ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയർ ഒന്നും ഫുള്ളി ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മളോട് എസ്സേ ആയിട്ടൊന്നും ചോദിക്കില്ല, പക്ഷെ അതിലുള്ള ടേംസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലുള്ള ഇനിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെറുതെ തിയറി വായിച്ചു പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും മനസ്സിലാക്കിയിട്ട് കോൺസെപ്റ്റ് എന്താ മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ബിസിനസ്സിൽ ചോദിച്ചാലും ചെറിയൊരു ഐഡിയ ആ ഒരു ഹെഡിങ്ങിനെ കുറച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ ബിസിനസ് സ്റ്റഡീസിലെ എക്സാം പ്രിപ്പറേഷനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കാൻ കൂടെ ശ്രമിക്കുക കേട്ടോ. ബിസിനസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള ലോങ് പാരഗ്രാഫ്സ് ആയിട്ട് എഴുതരുത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെയിൻ ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ അടിയിൽ കുറച്ച് പോയിന്റ്സ് എഴുതുക. ഇനി അടുത്തൊരു ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ അടിയിൽ പോയിന്റ്സ് എഴുതുക. അങ്ങനെ പോയിന്റ് ഔട്ട് എഴുതിയിട്ട് മെയിൻ ആയിട്ടുള്ള ലൈൻസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ ബിസിനസ് ആ ഒരു പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഒരു ഇംപ്രസീവ് ആയിട്ട് തോന്നും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓക്കെ, സോ എല്ലാ അപ്ഡേഷൻസും ബിസിനസ്സിനെ കുറിച്ചിട്ടും മറ്റുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഒരു ചാനലിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ആൻഡ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇത് ഹെൽപ്ഫുൾ ആണോ, ഇനി നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആണോ, വൺ ഷോട്ട് ആണോ, എന്ത് ഹെൽപ്പാണ് നമ്മുടെ സൈഡിൽ വേണ്ടതെന്നുള്ളത്
താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, സോ മറക്കണ്ട, നമ്മുടെ ബാച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം, ഒരുപാട് ആൾക്കാർ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ബാച്ചിൽ നിന്ന്, നമ്മുടെ കൊമേഴ്സ് പ്രോ ബാച്ചിൽ നിന്ന് അടിപൊളിയായിട്ട് ഈ ഒരു ക്രാഷ് ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഇപ്പോൾ പൈസ വരുന്നത് വെറും 1799 rupees മാത്രമാണ് കേട്ടോ. 1799 rupees നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസും, അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നേരിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സുമായിട്ട് ചോദിക്കാനുള്ള ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. പേഴ്സണലൈസ്ഡ് മെൻറ്റോർഷിപ്പ് ആണ് എഡ്യൂപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൺവേ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓരോ ഡേയ്സിന് ഓർഡർ ആക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളെ മെൻറ്റേഴ്സ് നമ്മളെ സഹായിക്കും. ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവും. ഓരോ യൂണിറ്റും പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നതാണ്. AI ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് സബ്ജക്റ്റ് വൈസ് ക്ലബ്സ് എല്ലാം നമുക്ക് ഇവിടെ എഡ്യൂപോർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ വീക്ക്, ആ സബ്ജക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ട് അതിലേറ്റവും പ്രൊഫഷൻ്റ് ആയിട്ട് മാറാനും പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 1799 rupees നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. അതുകൊണ്ട് മിസ് ഔട്ട് ചെയ്യേണ്ട. നിങ്ങൾ വിചാരിക്കേണ്ട ഇനി +2 കൂടെ ഉണ്ടല്ലോ എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ +1 ഈ ഒരു മൈൻഡിൽ ഇരിക്കരുത്, നമുക്ക് +2 ഏതെങ്കിലും സബ്ജക്റ്റ് പോയാൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാന്നുള്ളത്. അത് വലിയൊരു പൊട്ടത്തരാണ്. ബിക്കോസ് ഈ വർഷം +2 എഴുതുന്ന കുട്ടികളോട് ചോദിച്ചാൽ മതി, അതും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന കുട്ടികളോട്. അവർ പറയുന്നുണ്ട് എത്ര ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യം എന്നുള്ളത്. കാരണം 2 എക്സാം ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങളെ മാർക്സ് മിസ്സാകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു +1 മാർക്ക് +2 കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾ അവിടെ ഉറപ്പാക്കി വെക്കുകയാണെങ്കിൽ +2 നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് തന്നെ സമാധാനത്തിൽ പഠിച്ചിട്ട് അടിപൊളി മാർക്സോട് കൂടി തന്നെ പാസ്സാകാം. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, ഈ ഒരു വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക.